മരിച്ചു എന്ന് വിധിക്കപ്പെട്ട വ്യക്തി തിരിച്ചു വന്നാൽ അയാളുടെ വിഹിതം അത് സ്വത്ത് ഓഹരി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവസ്ഥയിൽ ഈ സ്വത്ത് പിന്നീട് എന്താ ചെയ്യണത്? നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതേ മസല തന്നെയാണ് ഇവിടെ. അതൊരു വ്യത്യസ്തമായിട്ടൊരു മസല ഒന്നല്ല, കുറച്ചും കൂടി എളുപ്പമാണെന്ന് മാത്രം. മറ്റൊരു അഖദുണ്ട്, ബന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ സ്വത്ത് അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ അതേപോലെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്വത്ത് വിഹിതം വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരിലേക്ക് എന്തായിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. ചെലവഴിച്ച് പോയിട്ടുണ്ട് എങ്കിൽ ഈ ആളുകളുടെ ലമാനായിക്കൊണ്ട് അതവിടെ കിടക്കും. അത് അവരെന്താക്കണം, പതിയെ എത്രയാണോ അവരെ കയ്യിലുള്ള കാശും കാര്യങ്ങളും അത് ഇദ്ദേഹത്തിന്. പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ചോദിക്കുകയാണ്, ലൊമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊമാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്യാരണ്ടി, സൂക്ഷിപ്പ് മുതൽ നമ്മുടെ കയ്യിലേക്ക് തന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കൽ ബാധ്യതയാണ്, ഒരു കടമായി. അപ്പോൾ അതവിടെ കടത്തെ പോലെ അവിടെ കിടക്കും. അപ്പോൾ അതെന്താണോ, ഇദ്ദേഹം വിട്ടുകൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അല്പാൽപമായിട്ടാണെങ്കിലും അതിന് തുല്യമായൊരു മൂല്യം ഉള്ളൊരു സംഖ്യ അദ്ദേഹത്തിന് അത് അടച്ചു കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.